ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനു വേണ്ടി ആദ്യമായിട്ട് തന്നെ വേണ്ടത് നമ്മളുടെ പഴയ നോട്ട്ബുക്കിൽ പേജസ് ആണ്. അത് നമുക്ക് ചെറിയ നോട്ട്ബുക്കിലും വലിയ നോട്ട്ബുക്കിലും വരയിട്ടതും വരയിടാത്തതും അങ്ങനെ ഏത് തരത്തിലുള്ളത് ആയിട്ടുള്ളത് വേണമെങ്കിലും എടുക്കാം. ഇപ്പം ഞാൻ വരയിട്ട വലിയ നോട്ട്ബുക്കിൻ്റെ, വലിയ നല്ല ഒരു മീഡിയം സൈസ് നോട്ട്ബുക്കിൻ്റെ പേജസാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ നമുക്ക് ആവശ്യമുള്ള അത്രയും പേജസ് മാത്രം മാറ്റി വയ്ക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു ഹോംവർക്ക് ഒക്കെ ആണെന്നുള്ളതൊന്ന് എഴുതി വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു നോട്ട്ബുക്കാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പേജസ് മാത്രം മാറ്റി വയ്ക്കുന്നുണ്ട്. ബാക്കിയുള്ളത് അപ്പുറത്ത് വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഡിസൈൻ വേണമെങ്കിലും വരച്ചെടുക്കാം. ഞാനിപ്പോൾ എനിക്കും കൂടി അറിയാത്ത രീതിയിലൊരു എന്തോ ഡിസൈനാണ് വരച്ചെടുക്കുന്നത്. ഫസ്റ്റ് ഞാൻ ഫ്ലവറിൻ്റെ ഷേപ്പായിരുന്നു ഉദ്ദേശിച്ചത്, പക്ഷെ വരച്ച് തന്നപ്പോൾ ഫ്ലവറിൻ്റെ ഷേപ്പ് അല്ല. അപ്പോൾ ഫ്ലവർ ഫസ്റ്റ് ഞാൻ വരയ്ക്കാൻ തുടങ്ങിയപ്പോൾ ഫ്ലവർ പറഞ്ഞിട്ടാണ് വരയ്ക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ അതിന് നടുക്കിലുള്ള വട്ടം വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ളൊരു സ്കെയിൽ എടുത്തിട്ടാണ് ഞാൻ വരയ്ക്കുന്നത്. ഇതുപോലെ ഞാനൊരു വട്ടം വരച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ചുറ്റും ഞാൻ ഇതിൽ വരച്ചപ്പോഴാണ് ആ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പൊക്കെ പോയത്. കണ്ടോ, ഇങ്ങനെ ആയിപ്പോയി ഇതിൽ. അപ്പോൾ പിന്നെ ഇത് ഫ്ലവർ എന്ന് പറയില്ലല്ലോ, അതാണ് ഫ്ലവറിൻ്റെ ഷേപ്പല്ല, എന്തിൻ്റെ ഒരു ഷേപ്പ്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇത് വെട്ടിയെടുക്കുകയാണ്. അപ്പോൾ എല്ലാ പേപ്പേഴ്സും കൂടിയിട്ട് ഞാൻ ഫസ്റ്റ് വെട്ടാൻ പറ്റുമോ എന്ന് ഞാൻ ശ്രമിച്ചു, പക്ഷെ വെട്ടാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് പേപ്പേഴ്സായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ഞാൻ വെട്ടണത്. അപ്പോൾ ഫസ്റ്റ് കുറച്ച് പേജസ് എടുത്തിട്ട് ഞാൻ വെട്ടും. അതുപോലെ തന്നെ അതിൻ്റെ അട്ടയും ഞാൻ ഇതുപോലെ തന്നെ വെട്ടിയെടുത്തിട്ടുണ്ട്. നടുക്കായിട്ട് ഒരു പിങ്ക് കളറായുള്ള ഒരു വട്ടമില്ലേ, അതും ഞാൻ പിങ്ക് കളർ പേപ്പറിലാണ് വെട്ടി ഒട്ടിച്ചിട്ടുള്ളത്. പിന്നെ അതിന് നടുക്കായിട്ട് എന്തെങ്കിലും ഡെക്കറേഷനൊക്കെ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു സ്റ്റിക്കർ ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാം. ഇപ്പം ഞാനൊരു സ്റ്റിക്കർ നടുക്ക് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്, അത്രേ ഞാൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഞാൻ സ്റ്റിക്കർ എടുക്കാൻ നോക്കുമ്പോൾ അത് അങ്ങോട്ട് വരുന്നില്ല, അവിടെ തന്നെ ഒട്ടി വെക്കുകയാണ്. അപ്പം അങ്ങനെ വന്നു. ഇനി ഇതിന് ചുറ്റും ഒരു ബോർഡർ പോലെയായിട്ട് ഞാൻ പേന വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. നമുക്കാണെങ്കിൽ ഇത് ഡോട്ടർ ലൈൻസ് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ടേപ്പൊക്കെ വെച്ച് ചെയ്യാം. അപ്പോൾ ഞാൻ പേന വെച്ച് ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിന് താഴെയായിട്ട് ഇത് ഞാൻ പറഞ്ഞല്ലോ ഹോംവർക്കൊക്കെ എഴുതി വയ്ക്കാനുള്ള നോട്ടാണ് എന്ന്, അതുകൊണ്ട് തന്നെ ഞാൻ സ്റ്റഡിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു തോട്ടും കൂടി എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി എഴുതി കൊടുത്തപ്പോൾ നമ്മളുടെ ഫ്രണ്ട് പേജ് സെറ്റായിട്ടുണ്ട്. ഇതേ ആ കളർ പേപ്പറിൽ തന്നെ ഞാനൊരു ബാക്ക് പേജും കൂടിയിട്ട് ഞാനൊന്ന് വെട്ടിയെടുത്തിട്ടുണ്ട്, നമ്മളുടെ അട്ട പോലെ. അപ്പോൾ 2 പേജ് ഇപ്പം ഉണ്ട്. അതിൽ ഞാൻ ബാക്കി ഉള്ളിലത്തെ പേജസൊക്കെ ഞാൻ നേരെ ആയിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളുടെ ഫ്രണ്ടും ബാക്കും ഈ ഒരു അട്ട പോലെ ഞാൻ ഉദ്ദേശിക്കുന്ന ഈ ഒരു കളർ പേപ്പർ വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് 2 ടൈപ്പിൽ ടൈ ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ സ്റ്റാപ്ലെയർ അടിക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് സ്റ്റാപ്ലെയറാണ് അടിക്കുന്നത്. പക്ഷേ ആ സ്റ്റാപ്ലെയർ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നില്ല. എന്നുവെച്ചാൽ ബാക്ക് വരെ എത്തുന്നുണ്ടായിരുന്നില്ല, പകുതി വെച്ചിട്ട് അതിൻ്റെ ആ ഒരു വലിപ്പം അത്രയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ ആ പിന്നിൻ്റെ.
അതുകൊണ്ട് തന്നെ ഞാൻ 1 2 3 4 ഒക്കെ അടിച്ച് കൊടുക്കുന്നുണ്ട്, ഏതെങ്കിലും ഒന്ന് ബാക്കിലേക്ക് വരുമോ നോക്കിയിട്ട്. പക്ഷേ ഏതും വരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഓട്ടയാക്കുന്ന ആ ഒരു സംഭവമില്ലേ, അത് വെച്ച് ഓട്ടയാക്കിയിട്ട് ഒരു ഫാൻസി റിബൺ വെച്ചിട്ട് ഞാൻ കെട്ടിക്കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ചെയ്യാം. കണ്ട, ഞാൻ 3ാമത്തെ തവണയാണിത്, എന്നിട്ടും ബാക്കിലേക്ക് വരുന്നില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ കെട്ടിക്കൊടുക്കാൻ വിചാരിച്ചു. ഈ സംഭവം കേട്ടോ ഞാൻ പറഞ്ഞത്. അതും ഞാൻ എല്ലാ പേപ്പേഴ്സും കൂടി വെച്ചിട്ട് ചെയ്യാൻ നോക്കി, എന്നിട്ടത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതും ഞാൻ കുറച്ചായി ഡിവൈഡ് ചെയ്തിട്ട് ഓട്ട ഉണ്ടാക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഞാൻ ഒരു റിബൺ വെച്ചിട്ട് കെട്ടി കൊടുത്തു ബോ പോലെ. ഇതുപോലെ ഒരു ബോ പോലെ ഞാൻ കെട്ടിക്കൊടുക്കുകയാണ്. ഇത് കുറച്ച് ഈ ഒരു മെറ്റീരിയൽ കൊണ്ടാണോ എന്ന് അറിയില്ല, ഇനിയിപ്പോൾ നീളം കുറഞ്ഞു പോയത് കൊണ്ടാണോ എന്ന് അറിയില്ല, ബോ പോലെ കെട്ടാൻ വേണ്ടി കുറച്ച് പാടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ താഴേക്ക് വീഴുന്നൊരു 2 പീസ് ഉണ്ടാവില്ലേ, ആ പീസ് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ചുരുട്ടണ പോലെ ഒന്ന് ആക്കുന്നുണ്ട്. അപ്പോൾ സ്പ്രിങ് പോലെ കിടക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട്.
പക്ഷേ ഈ ഒരു റിബൺ അങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നില്ല സ്പ്രിങ് പോലെ. ഒരു ചെറിയൊരു ബോയ ഉണ്ടായിരുന്നുള്ളൂ ഈ താഴേക്ക് ഇങ്ങനെ കിടക്കുന്നത്, കുറച്ച് വലിപ്പം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ കഴിഞ്ഞ ഒരു ബർത്ത്ഡേക്ക് ബലൂണൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ കിട്ടിയതായിരുന്നു ഈ മുകളിൽ ഇങ്ങനെ ബലൂൺ ഇങ്ങനെ വെക്കുമ്പോൾ ഇങ്ങനെ ഒരു വള്ളി പോലെ താഴേക്ക് ഇങ്ങനെ എന്ന് വെച്ചാൽ മുകളിൽ ചുമരിൽ ബലൂൺ ഇങ്ങനെ ഒട്ടിച്ച് വയ്ക്കുമ്പോൾ വള്ളി പോലെ ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ കിടക്കുന്നില്ലേ, ആ ഒരു റിബൺ അതിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ചും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആകെ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഞാൻ എടുത്തു. അത് ഇതിൻ്റെ കൂടെ ചെയ്യുമ്പോൾ കുറച്ച് രസം ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചിട്ട് ഓക്കെ. അപ്പോൾ ചെയ്ത് വന്നപ്പോൾ എനിക്ക് ഇഷ്ടമൊക്കെ പെട്ടു. പക്ഷെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നില്ല സംഭവം. ഫസ്റ്റ് ഞാൻ സ്റ്റാപ്ലർ അടിച്ചു, എന്നിട്ട് അത് നിൽക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ആ സ്റ്റാപ്ലറൊക്കെ കളഞ്ഞു. പിന്നെ വീണ്ടും ഞാൻ നടുക്കായിട്ടൊന്ന് സ്റ്റാപ്ലർ അടിക്കാൻ വിചാരിച്ചു. പക്ഷേ ആ നടുക്കായിട്ട് അടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല സ്റ്റാപ്ലർ. പിന്നെ ഞാൻ പശ വെച്ച് ഒട്ടിക്കാൻ വിചാരിച്ചു. അപ്പോൾ പശ വെച്ച് ഇതുപോലെ പശ വെച്ചിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ വെച്ചു. പക്ഷേ അതും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നില്ല. എനിക്ക് ക്ഷമ കുറച്ച് കുറവായതുകൊണ്ട് തന്നെ ഞാൻ അതിൽ കൂടുതൽ നേരം അങ്ങനെ പിടിച്ച് നിൽക്കാനും പോയില്ല. അപ്പോഴാണ് എനിക്കൊരു ബുദ്ധി വന്നത്. കണ്ടോ, കൈ തന്നെ ഒട്ടിപ്പിടിക്കുകയായിരുന്നു. അപ്പോഴാണ് എനിക്കൊരു ഐഡിയ വന്നിട്ടുണ്ടായിരുന്നത്. ഈ രണ്ട് ബോർഡും ഇങ്ങനെ ഉള്ളിൽ കൂടെ ആയിട്ട് നമ്മൾ ഈ ഒരു റിബൺ ഇട്ടിട്ട് ഒന്ന് സ്പ്രിങ് പോലെ ഒന്ന് തിരിച്ച് കൊടുത്താൽ ഇത് സ്പ്രിങ് പോലെ നിൽക്കും. അപ്പോൾ കുറച്ചൊന്ന് തിരിച്ച് കൊടുത്തിട്ട് ഒരു കെട്ടിട്ട് കൊടുക്കാൻ വിചാരിച്ചു. അപ്പോൾ അതവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ കാണുന്നത്. ഇതുപോലെ ഞാൻ തിരിച്ചു കൊടുത്തിട്ട് ഇതാ, അപ്പോൾ അവിടെ സ്പ്രിങ് പോലെ നിൽക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഞാനൊരു കെട്ടിട്ട് കൊടുത്തു. ഒരു കെട്ടേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ നന്നായി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതാ നമ്മളുടെ ക്യൂട്ടായുള്ള നോട്ട്ബുക്ക് റെഡി ആയിട്ടുണ്ട്. ഞാൻ വിചാരിച്ച പോലെ തന്നെ നോട്ട്ബുക്ക് കിട്ടി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെയുള്ള റിബൺ വെച്ചിട്ട് നമുക്ക് ബോർഡർ പോലെയൊക്കെ വേണമെങ്കിൽ കൊടുക്കാം. എനിക്ക് കൊടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ കുറച്ച് പീസ് വെച്ച് നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പേന വെച്ചിട്ട് ലൈൻസ് കൊടുത്തത്. പിന്നെ ഉള്ളിലായിട്ട് ഞാൻ ക്ലാസ്സും അതുപോലെ തന്നെ പേരും എഴുതി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ ഹോംവർക്ക് എന്നാണ് ഞാൻ എഴുതി കൊടുത്തിട്ടുള്ളത്. പേരും ക്ലാസ്സൊക്കെ എഴുതി കൊടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ക്യൂട്ടായുള്ള നോട്ട്ബുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.